എയിംസിൽ ബിജെപിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നതിനിടെ പി.കെ. കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എയിംസ് കേരളത്തിൽ വരേണ്ടത് ആവശ്യകതയാണ്, എവിടെ വരുമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. എയിംസിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ വളരെ ഏകകണ്ഠമായ അഭിപ്രായമുള്ളത് എയിംസ് കേരളത്തിൽ വരണം. എവിടെ വരണം എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി തീരുമാനിക്കും. ആ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കും. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കിനാലൂരിൽ എയിംസിനായി സ്ഥലം കണ്ടെത്തിയതെന്ന് കെ.എം. സച്ചിൻ ദേവ് MLA 24നോട് പറഞ്ഞു. എയിംസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എയിംസുമായി ബന്ധപ്പെട്ട ഏറെ സാധ്യതകൾ ഇത് സ്ഥാപിക്കാൻ ഏറ്റവും അധികമുള്ള ഭൂമിയായി കണക്കാക്കിയ ഭൂമിയാണ് കിനാലൂർ പ്രദേശത്തെ ഭൂമി. ഈ നടപടികളെല്ലാം പൂർത്തിയായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഭൂമി റെഡിയാണ് എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ ഈ നിലയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതിയല്ല. കേരളത്തിൽ എയിംസ് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ വേണമെന്നുള്ളത് സംബന്ധിച്ച് എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ അത് സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ബഹുമാന്യായ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബഹുമാന്യായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടതാണ് കേരളത്തിലെ എയിംസ്. അതാണ് എയിംസുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന കൂടുതൽ പ്രതികരണങ്ങൾ. KSRTC ബസ്സിൽ സാധനങ്ങൾ കളഞ്ഞുപോയാൽ പണം ഈടാക്കുന്ന നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്താൻ പോവുകയാണ്. ഇന്നലെ 24 ഒരു വലിയ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ വാർത്തയെ തുടർന്നാണ് ഇങ്ങനൊരു വലിയ മാറ്റത്തിലേക്ക് സർക്കാർ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.